ഇന്ന് അവന്റെ ആത്മാവും അവന്റെ കുടുംബവും ഒരുപോലെ സന്തോഷിക്കുന്നുണ്ടാവും. ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന സ്വപ്നം കണ്ടിരുന്ന ആ ഒരു ചെറുപ്പക്കാരനെ വിഷം കൊടുത്ത് കൊന്നു കളഞ്ഞ ആ ഒരു ഗ്രീഷ്മയ്ക്ക് ഇന്ന് ദൈവത്തിന്റെ കോടതി അതേ നാണയത്തിൽ തന്നെ വിധി എഴുതി. ഒരു അല്പം പോലും കുറ്റബോധമില്ലാതെ തന്റെ 38ാമത്തെ വയസ്സിൽ താൻ പുറത്തിറങ്ങി അതിനുശേഷം താൻ ജീവിച്ചോളാം എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ കഴിഞ്ഞിരുന്ന ഗ്രീഷ്മയ്ക്ക് ദൈവത്തിന്റെ കോടതി തൂക്കുകാർ വിധിച്ച സമയത്ത് ഒരു സമൂഹവും അവന്റെ കുടുംബവും അവന്റെ ആത്മാവും ഒരുപോലെ സന്തോഷിച്ച ഒരു ദിവസമാണ് ഇന്ന്. ഒരാളുടെ സങ്കടത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ പാടില്ല എന്നറിയാം. എന്നിരുന്നാലും ആ ഒരു ചെറുപ്പക്കാരന്റെ ഒരുപാട് സ്വപ്നങ്ങളെയാണ് ആ ഒരു കുടുംബത്തിന്റെ ഒരുപാട് സ്വപ്നങ്ങളാണ് അന്ന് അവിടെ തകർത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധിയിൽ കേരളം ഒന്നടങ്കം സന്തോഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വിധി നടപ്പിലാക്കാൻ ഒരുപാട് കാലതാമസം എടുത്തേക്കാം. ഒരു പക്ഷേ ആ ഒരു വിധിയിൽ ഒരുപാട് ഇളവുകളും വന്നേക്കാം. എന്നിരുന്നാലും ഈ ഒരു വിധി നടപ്പായെങ്കിൽ മാത്രമേ നമുക്ക് നടന്നെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എത്ര അഹങ്കാരത്തോടെ ഏത് കാര്യം ചെയ്ത് നടന്നാലും അതിനുള്ളൊരു ശിക്ഷ ഏത് കാലത്തായാലും നമ്മളെ തിരിച്ച് തേടിയെത്തുമെന്നുള്ളതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നത്തെ ഈ ഒരു വിധി. എന്ത് തന്നെയായാലും ഈ ഒരു വിധിയിൽ മറ്റൊരു മാറ്റങ്ങളും ഇല്ലാതെ ആ ഒരു നിയമം നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നിയമസ്ഥിതി എല്ലാവരും തുല്യക്കാരാണെന്ന് കാണിക്കുന്ന ആ ഒരു നിയമത്തെ നമുക്ക് ഒരിക്കൽ കൂടി വിശ്വസിക്കാൻ സാധിക്കും. ഇനിയൊരു പുരുഷനും ഇനിയൊരാളും ഈ ഒരു രീതിയിൽ ഒരിക്കലും മരണപ്പെടാൻ പാടില്ല. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അവരൊരു തവണ ആലോചിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഈ ഒരു രീതിയിലുള്ള മരണം തന്നെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റുകൾക്ക് ആരും മുതിരാതിരിക്കട്ടെ. ഈ ഒരു വിധി അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ഒരു അടിക്കുറിപ്പായി മാറട്ടെ.